ശൈലനാഥൻ പാർവതിനാഥൻ ഭൂമി പരന്നതായിരുന്നു ഭൂമി പരന്നതായിരുന്നു. ദേവദാനവ മാനവ നാഗ യക്ഷോ രക്ഷോ പ്രകൃതികൾ ഒരുപോലെ പൂജിച്ചാരാധിക്കുന്ന പരമ ഈശ്വരൻ പ്രപഞ്ചരക്ഷയ്ക്കായി കാളകൂടം എന്ന ഉഗ്ര വിഷം പോലും പാനം ചെയ്ത മൃത്യുഞ്ജയൻ താൻ നൽകിയ വരം തനിക്ക് തന്നെ ഒരു ശാപമായി ലഭിച്ചപ്പോൾ അതും സ്വീകരിക്കേണ്ടതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഗുഹയിൽ അതാ ശയിക്കുന്നു. കണ്ടോ അസുരലോകം. അസുരലോകത്ത് മയാസുരൻ നിർമ്മിച്ച മണിമന്ദിരത്തിൽ നവരത്നങ്ങളൊക്കെ പതിപ്പിച്ച സുവർണ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അസുരവംശത്തിന്റെ പുതിയ ചക്രവർത്തി ദാരുകാസുരൻ. അവന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കൊണ്ട് അവന്റെ പ്രിയപ്പെട്ട ഭാര്യ മയാസുരന്റെ മകൾ മനോദരി. കുറച്ച് അകലെയായി ഒരു സിംഹാസനത്തിൽ ഈ കാഴ്ചകളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നു അസുരമുനി ശുക്രാചാര്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമല്ല. ദാരുകൻ അത് ശ്രദ്ധിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് ഗുരുനാഥന്റെ അടുത്തെത്തി. ഗുരുനാഥ, അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ അസുരവംശത്തിന്റെ സർവപ്രതാപവും നാം വീണ്ടെടുക്കും. പക്ഷെ അങ്ങ് സന്തുഷ്ടനല്ല. കൽപ്പിച്ചാലും. ഇനിയും എന്താണ് വേണ്ടത് ഗുരുനാഥ? കൽപ്പിച്ചാലും. പുത്ര, നീ ചെയ്തതൊക്കെ നല്ലത്. നിന്റെ ചോരയിൽ നിന്നും ലക്ഷക്കണക്കിന് അസുരന്മാരെ സൃഷ്ടിച്ചു, നല്ലത്. പക്ഷേ പുത്ര, നീ അരുതാത്ത ഒരു കർമ്മം ചെയ്തു. എന്താണ് ഗുരുനാഥ? വ്യക്തമാക്കൂ. നിന്റെ അമ്മ മഹാദേവനെ കഠിനമായി തപസ് ചെയ്തത് നിമിത്തമാണ് നീ ജനിച്ചത്. മഹാദേവന്റെ കഥകൾ കേൾപ്പിച്ചാണ് ഞങ്ങൾ നിന്നെ വളർത്തിയത്. ഊണിലും ഉറക്കത്തിലും ശിവമന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് നീ വളർന്നത്. കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ കഠിനമായി തപസ് ചെയ്താണ് നീ വിശിഷ്ട വരങ്ങളെല്ലാം നേടിയത്. പക്ഷേ വരം നേടിക്കഴിഞ്ഞ നീ ശിവഭക്തി പാടെ ഉപേക്ഷിച്ച് മഹാദേവൻ നൽകിയ വരബലത്താൽ മഹാദേവനെ തന്നെ രോഗശയ്യയിലേക്ക് നയിച്ചു. ഇതിന്റെ അനന്തര ഫലം ഭീകരമായിരിക്കും. എന്തിനാണ് പുത്ര വിവേകശൂന്യനായി നീ ഇങ്ങനെ ഒരു നീച കർമ്മം ചെയ്തത്? ഗുരുനാഥ, അവിടുന്ന് പറയുന്നത് ശരി. പക്ഷേ ഗുരുനാഥ, ആ മഹാദേവൻ ദേവകൾക്ക് വേണ്ടി നൽകിയ വരമെല്ലാം തിരിച്ചെടുത്താലോ എന്ന് നാം ഭയന്നു. പുത്ര, ഇനിയാണ് നീ ഭയക്കേണ്ടത്. വൈദ്യനാഥനാണ് മഹാദേവൻ. മഹാദേവന് ഒരു രോഗവും ബാധിക്കില്ല, ഒരു ശാപവും ഏൽക്കുകയുമില്ല. പക്ഷേ നീ നൽകിയ ശാപം അത് ഭഗവാൻ സ്വയം സ്വീകരിച്ചുകൊണ്ട് കൈലാസത്തിലെ ആ ഗുഹയിൽ ശയിക്കുന്നതിന്റെ പിന്നിൽ ഗൂഢമായ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് പുത്ര, നിന്നെയും നിന്നിൽ നിന്നും പിറവിയെടുത്ത അസുര വംശത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി നീ ഒരു കാര്യം എത്രയും വേഗം ചെയ്തേ തീരൂ. എന്താണ് ഗുരുനാഥ? അവിടുന്ന് കൽപ്പിച്ചാലും. പുത്ര, നിനക്ക് മഹാദേവൻ നൽകിയ വരം അസുര മന്ത്രത്താൽ മണിമന്ത്രവിദ്യ എന്ന മന്ത്രവിദ്യയാക്കണം. എന്നിട്ട് അത് നീ നിന്റെ ഭാര്യ മനോദരിക്ക് ചൊല്ലി കൈമാറണം. മനോദരി ഈ മന്ത്രവിദ്യ സ്വന്തം ഇഷ്ടത്തോടെ ഏതെങ്കിലും ദേവന്മാർക്ക് കൈമാറാത്തിടത്തോളം കാലം ദാരുക, നിന്നെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. അല്ലയോ ദാരിക, വരബലം മുഴുവനും മണിമന്ത്രശക്തിയാക്കേണം. അല്ലയോ ദാരിക, വരബലം മുഴുവനും മണിമന്ത്രശക്തിയാക്കേണം. രഹസ്യമത് നിൻ മനോദരി തന്നെ കേകണം. ആയുർദ
ആയുർബലത്തിനായി രഹസ്യമത് നിന്മനോദരി തന്നെ ഏകണം ആയുർബലത്തിനായി ഏകണം ആയുർബലത്തിനായി നമുക്ക് സമാധാനമായി ഗുരുനാഥ, നമുക്ക് സമാധാനമായി. ഈ മഹാശക്തി രഹസ്യത്തെ മറ്റാർക്കും കൈമാറിടാത്ത കാലം വരെ നീ ഈ മഹാശക്തി രഹസ്യത്തെ മറ്റാർക്കും കൈമാറി